10,012 വോട്ടുകൾക്ക് ഇപ്പോൾ ഇതാ ആര്യാടൻ ഷൗക്കത്ത്, രമേശ് ചെന്നിത്തലയാണ് ഈ ദിവസത്തെ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നത്. പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടമായി. ഒരു കാവൽ മന്ത്രിസഭയായി ഈ മന്ത്രിസഭ തുടരുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് പറയുക വഴി ഒരു നല്ല ഒരു പൊളിറ്റിക്കൽ പോയിന്റ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുകയാണ്. 10,000 വോട്ട് പിന്നിട്ടു. 1012 എന്ന മാജിക്കൽ സംഖ്യ, നേരത്തെ പറഞ്ഞല്ലോ മാജിക്കൽ സംഖ്യയിലേക്ക് എത്താൻ അല്പസമയമേ ഉള്ളൂ എന്നതാ. 10,012 വോട്ടുകൾക്ക് UDFന്റെ മെച്ചപ്പെട്ട അഭിമാനകരമായ തിളക്കമാർന്ന ജയം. ആ ജയം കുതിപ്പ് തുടരുകയാണ്. വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ 13-14 റൗണ്ടുകൾ നിലമ്പൂർ നഗരസഭ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 10,000 അൻവർ 10-13,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ UDFന് അൻവർ ഒരു നിർണായകമായ ഫാക്ടർ ആയിരിക്കില്ലേ? UDFന് അത് ഉൾക്കൊള്ളേണ്ടേ എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് UDFന്റെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് അൻവർ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്. ഷൗക്കത്തല്ല സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണയ്ക്കാമെന്ന്. അന്ന് VD സതീശൻ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. അപ്പോൾ ഈ വിജയം വരുന്ന സമയത്ത് അവകാശവാദം മറ്റുള്ളതൊക്കെ കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ട് വളരെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ദിവസങ്ങളുണ്ടല്ലോ. പക്ഷേ കൃത്യമായി സതീശൻ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് അവിടെ പണിയെടുത്ത് വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അൻവർ ഇല്ലെങ്കിലും ജയിക്കാമെന്നത് VD സതീശന്റെ അമിത ആത്മവിശ്വാസമായിരുന്നില്ല, അത് ആത്മവിശ്വാസമായിരുന്നു, അത് അണികളിലുള്ള വിശ്വാസമായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു പോയിന്റ് ഉണ്ട്. മാത്രമല്ല VD സതീശന്റെ ഗ്രാഫ് സ്വാഭാവികമായി ഉയരുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ VD സതീശൻ വിമർശിക്കപ്പെട്ടു. എന്തിനിങ്ങനെ കടുംപിടുത്തം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിൽ തീരുമാനമെടുക്കും, കോൺഗ്രസിന് ഇങ്ങനെ തീരുമാനമെടുക്കാനാകും, വെല്ലുവിളിയും ഭീഷണിയും വേണ്ട, അങ്ങനെ ആർക്കും മുന്നിൽ വാതിൽ തുറന്ന് മുട്ടുമടക്കില്ല എന്ന ഉറച്ച നിലപാടെടുക്കാൻ പ്രതിപക്ഷ VD സതീശന് കഴിഞ്ഞു എന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ചേർത്ത് വായിക്കണം. അരുണാമൃതനാഥ് പങ്കുവെച്ചു. നമ്മൾ കണ്ടില്ല, 2000 ലീഡ് നഗരസഭയിൽ 2000 ലീഡ് കടന്നു. കഴിഞ്ഞ തവണ 1500 വോട്ടിന് പിന്നിൽ പോയെടുത്ത് UDF വമ്പൻ ലീഡ് എടുത്ത് തിരിച്ചു വന്നു. 3500 വോട്ട് തിരിച്ചു പിടിച്ചു. 3500 വോട്ട് നഗരസഭയിൽ തിരിച്ചു പിടിച്ചു. നഗരസഭയിൽ തേരോട്ടമാണ്. മറ്റിടത്തെ ലീഡ് നിലയേക്കാൾ വളരെ ഭിന്നമായ കാഴ്ചയാണ് നഗരസഭയിൽ. കാരണം നഗരസഭ ഈറ്റില്ലമായി കരുതുകയായിരുന്നു കുറച്ചു കാലമായി, സമീപകാലമായി. CPM ഇതാ തിരിച്ചു പിടിക്കുന്നു. നഗരസഭയിൽ 3500 വോട്ട് തിരികെ വന്നിരിക്കുന്നു. 2000 വോട്ടിന്റെ ലീഡ് പിടിച്ചിരിക്കുകയാണ് UDF. വഴിക്കടവിൽ കിട്ടാത്തത് നഗരസഭയിൽ കിട്ടി. നഗരസഭയാണ് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി ആര്യാടനെ സംബന്ധിച്ച് പേഴ്സണൽ കൂടിയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് കുറച്ച് വ്യക്തിപരം കൂടിയാണ്. വമ്പിച്ച വിജയം നിലമ്പൂർ നഗരസഭയിൽ അക്ഷരാർത്ഥത്തിൽ LDFനെ അമ്പരപ്പിക്കുന്ന വമ്പൻ മുൻതൂക്കം UDF നേടിയിരിക്കുകയാണ്. 11,000ലേക്ക് അടുക്കുകയാണ്. 10,956 വോട്ട് 11,000ലേക്ക് അടുക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച വിജയം നേടുന്നു. ആര്യാടൻ ഷൗക്കത്ത് 11,000ലേക്ക് ആ വോട്ടുകൾ എത്തുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 11,000ലേക്ക് ലീഡ് വരുന്ന സമയത്ത് അതിൽ 1,542 വോട്ടിന്റെ ലീഡ് നിലമ്പൂർ നഗരസഭയിൽ നിന്ന്.